മാരത്തോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LPSC മാരത്തോണിൽ ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയാണ് കേട്ടോ. കെമിസ്ട്രി ഒറ്റ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. ഇതിനു മുമ്പ് ഫിസിക്സ് 2 എണ്ണം, സൈക്കോളജി 3 എണ്ണം, അതുപോലെ ബയോളജിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കെമിസ്ട്രി ഒരൊറ്റ പാർട്ട് വീഡിയോയിൽ ഞാൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം കെമിസ്ട്രി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള വീഡിയോ ആണ്. PSC LPUP മേഖലയിൽ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള 2023 മുതൽ 2005 വരെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതും ഈ തവണ നടന്ന PSCയുടെ പരീക്ഷ UP സ്കൂൾ അസിസ്റ്റൻറ്റും ഒരു കന്നഡ മീഡിയം UP സ്കൂൾ അസിസ്റ്റൻറ്റ് 2 മാസം മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ഏറ്റവും ക്യാപ്സ്യൂളായിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. LPSCക്ക് ഇതിനു മുമ്പ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ പോയി കണ്ടു നോക്കണം. നിങ്ങൾക്കത് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ LPSCക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ 40 മോഡൽ ക്വസ്റ്റ്യൻ സെറ്റും അതുപോലെ OMR ഷീറ്റ് പ്രാക്ടീസും ഒബ്ജക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ സെറ്റും അടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കൊക്കെ റെഡിയാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റൊക്കെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് LPSC മാരത്തോണിൽ കെമിസ്ട്രിയിൽ എന്തൊക്കെ ഭാഗങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണിക. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായിട്ടുള്ള ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആറ്റം എന്ന് വിളിക്കുന്നത്. ആറ്റം എന്ന വാക്കുണ്ടായത് എവിടെ നിന്നാണ്? ഗ്രീക്ക് പദമായിട്ടുള്ള ആറ്റമോസ്. ആറ്റം എന്ന വാക്കുണ്ടായത് ഗ്രീക്ക് പദമായ ആറ്റമോസ് എന്ന വാക്കിൽ നിന്നാണ്. എന്താണ് ആറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ? വിഭജിക്കാൻ കഴിയാത്തത്. എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് ഈ ആറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ഓസ്റ്റ്വാൾഡാണ് ആറ്റം എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത്. ആറ്റം എന്ന പദം ആദ്യമേ ഉപയോഗിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ആരാണ് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്? ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ തന്നെയാണ് ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഏത് വർഷം? 1807. അപ്പോൾ പറഞ്ഞു പോയിക്കേ, ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. വേണ്ടി ചേരുംപടി ചേർക്കാനായിട്ട് ചോദിക്കാം. അപ്പോൾ ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റത്തെ ബ്രില്യൻ ബോൾ മാതൃക നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ. ആറ്റത്തിൻ്റെ ബ്രില്യൻ ബോൾ മാതൃക നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആര് തന്നെയാണ്? ജോൺ ഡാൾട്ടൺ തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു അസുഖം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഡാൾട്ടണിസം എന്ന പേരിൽ, വർണ്ണാന്തത എന്ന പേരിൽ അറിയപ്പെടുന്നു. ജോൺ ഡാൾട്ടന് നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖമാണ് ഏത്? ഡാൾട്ടണിസം അല്ലെങ്കിൽ വർണ്ണാന്തത എന്ന പേരിൽ അറിയപ്പെടുന്നത്. എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്ന ഗ്രന്ഥം രചിച്ചത്. എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ് എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത്. അപ്പോൾ ആറ്റത്തിൻ്റെ ബ്രില്യൻ ബോൾ മാതൃക നിർദ്ദേശിച്ച് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ച് ജോൺ ഡാൾട്ടൺ ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത ആ ഒരു അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഡാൾട്ടണിസം അല്ലെങ്കിൽ വർണ്ണാന്തത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി പ്രപഞ്ചമുണ്ടായിട്ടുള്ളത് അതിസൂക്ഷ്മ ഗണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണെന്ന് സമർത്ഥിച്ചത് ആരൊക്കെയാണ്? ലൂസിപ്പസും ഡെമോക്രറ്റസും ചേർന്നിട്ടാണ് പ്രപഞ്ചമുണ്ടായത് അതിസൂക്ഷ്മമായ ആറ്റങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രപഞ്ചമുണ്ടായത് മണ്ണ്, വായു, ജലം, അഗ്നി എന്ന ചതുർമൂലകങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞത് ആരാണ്? പ്ലേറ്റോയും അരിസ്റ്റോട്ടിലുമാണ് പ്രപഞ്ചമുണ്ടായത് മണ്ണ്, വായു, ജലം, അഗ്നി എന്നീ ചതുർമൂലങ്ങൾ കൊണ്ടാണെന്ന് വാദിച്ച ശാസ്ത്രജ്ഞൻ. ഇനി പദാർത്ഥങ്ങൾ ചെറുകണങ്ങൾ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയൻ. പദാർത്ഥങ്ങൾ ചെറുകണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയൻ ആരാണ്? കണദാമുനിയാണ് കേട്ടോ. ആറ്റത്തിനെ അണു എന്ന് വിശേഷിപ്പിച്ചതും ഈ കണദാമുനി തന്നെയാണ് ആറ്റത്തിനെ അണു എന്ന് വിശേഷിപ്പിച്ചതും. ഇനി പരമാണു സിദ്ധാന്തവും ഇദ്ദേഹത്തിൻ്റെ തന്നെയാണ്. വൈശേഷിക സൂത്രം എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചതും ഇദ്ദേഹം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏണസ്റ്റ് ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ ആറ്റത്തിൻ്റെ മാതൃക തയ്യാറാക്കിയത്. ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ ആറ്റത്തിൻ്റെ മാതൃക തയ്യാറാക്കിയത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആരാണ്? ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ ആറ്റത്തിൻ്റെ മാതൃക തയ്യാറാക്കിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. 1911 അദ്ദേഹം ഈ ഒരു മാതൃക തയ്യാറാക്കുന്നത്. ഇനി 1908 രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ. 1908 രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. അപ്പോൾ
ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ നമ്മൾ വൈദ്യശാസ്ത്രത്തിന് നൊബേൽ പ്രൈസ്, അതുപോലെ തന്നെ എന്താണ് രസതന്ത്രത്തിന് നൊബേൽ പ്രൈസ്, ഫിസിക്സ് മേഖലയിൽ നൊബേൽ പ്രൈസ്, അതുപോലെ തന്നെ ബയോളജി മേഖലയിൽ ഒക്കെ ഓരോ മേഖലയിലും നൊബേൽ പ്രൈസ് ലഭിച്ചവരുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് കാണാത്തവർ കാണണം, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയ്ക്ക് കൂടുതൽ വ്യക്തമായ വിശദീകരണം നൽകിയത്, ഈ റൂദർഫോർഡിൻ്റെ ഒരു ആറ്റം മാതൃക കൊണ്ടുവന്ന് പറഞ്ഞില്ലേ, ഈ ഒരു ആറ്റം മാതൃകയ്ക്ക് ഏറ്റവും കൂടുതൽ വ്യക്തമായ വിശദീകരണം നൽകിയത് ആരാണ്? നീൽസ് ബോറാണ്. ആരാണ്? നീൽസ് ബോറാണ്. പരമാണു സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? നിങ്ങൾ പറഞ്ഞേ, കണതാമുനിയാണ് പരമാണു സിദ്ധാന്തം ആവിഷ്കരിച്ചത്. വൈശേഷിക സൂത്രം കൊണ്ടുവന്ന് ഗ്രന്ഥം രചിച്ചത് അദ്ദേഹം തന്നെയാണ്. അതുപോലെ റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയ്ക്ക് കൂടുതൽ വ്യക്തമായ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടുപിടിച്ചവരാണ്. ഇത് നമുക്ക് എന്താണ് ചേരുംപടി ചേർക്കാൻ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഓർത്തിരിക്കണം. അതുകൊണ്ട് ഈ ഒരു ഇതെന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ഇതിനകത്ത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണോ? എല്ലാം ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഏറ്റവും കൂടുതൽ ചോദിച്ചത് മാത്രം നിങ്ങളൊന്നും ഇല്ല. അവസാന നിമിഷമായതുകൊണ്ടാട്ടോ ഞാൻ പറയുന്നത്. അതല്ല, ഇതെല്ലാം പഠിക്കാൻ പറ്റുന്നവർക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. ഈ പരീക്ഷയ്ക്ക് മാത്രമല്ല മറ്റുള്ള പരീക്ഷകൾക്കൊക്കെ ഉപകാരപ്പെടും. പക്ഷേ അതല്ല, ഇനി മാത്രം ഇത് ജസ്റ്റ് ഒന്ന് നോക്കി പോയിട്ടില്ല, അധികം വലിയ കാര്യമായിട്ട് ഇത് അറിയില്ല, ഈ ഒരു ക്യാപ്സ്യൂൾ രീതിയിൽ ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രമാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ഇതിനകത്ത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയിട്ട് പോയാലും മതിയാകും. അതിൽ ഒന്നാണ് ആറ്റം എന്ന് പറയുന്നത്. ആറ്റം ചോദിച്ചു കണ്ടിട്ടുണ്ട്, ജോൺ ഡാൾട്ടൺ ആണ്. അപ്പോൾ ഞാൻ ഈ ചോദിച്ചു കണ്ടിട്ടുള്ളത് മാത്രമാണ് കേട്ടോ നോക്കി പോകുന്നുള്ളൂ, കാരണം അതിനുള്ള സമയം നമുക്കിനി ഉള്ളൂ. അപ്പോൾ ആറ്റം ജോൺ ഡാൾട്ടൺ ആണ്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ പറഞ്ഞിരുന്നു ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണെന്ന്. അപ്പോൾ അത് ജോൺ ഡാൾട്ടൺ ആറ്റം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇലക്ട്രോൺ. ഇലക്ട്രോൺ ആരാണ്? ജെ തോംസൺ ആണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കുക, തോമസൺ ചേട്ടന് ഒരു ഇലക്ട്രിക് ഷോപ്പ് ഉണ്ടായിരുന്നു. ആർക്കുണ്ടായിരുന്നു? തോമസൺ ചേട്ടന് ഒരു ഇലക്ട്രിക് ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ജെ തോംസൺ ഇലക്ട്രോൺ. അപ്പോൾ മനസ്സിലായല്ലോ, തോമസൺ ചേട്ടൻ എന്തുണ്ടായിരുന്നു പറഞ്ഞേ? ഒരു ഇലക്ട്രിക് ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇലക്ട്രിക് ഷോപ്പ് ആരുടെയാണ്? തോമസ് ചേട്ടൻ്റെയാണ്. അപ്പോൾ ജെ തോംസൺ ആരാണ്? നമ്മുടെ ഇലക്ട്രോൺ. അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ഇനി പ്രോട്ടോൺ, ഏണസ്റ്റ് റൂദർഫോർഡ്. അപ്പോൾ ഏണസ്റ്റ് റൂദർഫോർഡിൻ്റെ ആണ് എന്ത്? പ്രോട്ടോൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് പ്രോട്ടോൺ? ഏണസ്റ്റ് റൂദർഫോർഡ്. അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കുക, ന്യൂക്ലിയസ് പൊട്ടി. ന്യൂക്ലിയസ് പൊട്ടി എന്ന് ഓർക്കുക. ന്യൂക്ലിയസ് എന്ത് ചെയ്തു? പൊട്ടിപ്പോയി ന്യൂക്ലിയസ്. ഈ പൊട്ടിപ്പോയ ന്യൂക്ലിയസിനെ ശരിയാക്കാൻ വേണ്ടി, ന്യൂക്ലിയസ് എവിടെ ഇരിക്കുന്നത്? മുകളിലാണ് ന്യൂക്ലിയസ് ഇരിക്കുന്നത്. അത് പൊട്ടിപ്പോയി. അപ്പോൾ ഈ മുകളിൽ പൊട്ടിപ്പോയ ന്യൂക്ലിയസിനെ എന്ത് ചെയ്യുന്നു? ഒരു ഏണി വെച്ച് കയറി നമ്മൾ നന്നാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരുന്നാൽ മതി. പ്രോട്ടോൺ, ന്യൂക്ലിയസ് എന്ത് ചെയ്തു? പൊട്ടിപ്പോയി. അപ്പോൾ ഈ പൊട്ടിപ്പോയ ന്യൂക്ലിയസിനെ ശരിയാക്കാൻ എന്ത് ചെയ്യണം? ഏണി വെച്ച് കയറണം. അപ്പോൾ പൊട്ടിപ്പോയി പ്രോട്ടോൺ, അത് ശരിയാക്കാൻ ഏണി വെച്ച് കയറണം. ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂക്ലിയസ് ന്യൂക്ലിയസാണ് പൊട്ടിയിരിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയസും ശരിയാക്കാനാണ് നമ്മൾ മുകളിലേക്ക് കയറിയത്. ന്യൂക്ലിയസും ശരിയാക്കാൻ മുകളിലോട്ട് കയറിയതുകൊണ്ട് അവിടെ എന്ത് വരുന്നു? ഏണി വെച്ച് കയറി അല്ലേ. അപ്പോൾ ഏണസ്റ്റ് റൂദർഫോർഡ്. ഇനി ന്യൂട്രോൺ, ജെയിംസ് ചാഡ്വിക്. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. അപ്പോൾ ന്യൂട്രോൺ എങ്ങനെ ഓർത്തിരിക്കാം? ന്യൂട്രോൺ ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരുന്നാൽ മതി. ന്യൂ ആയിട്ട് നമുക്കൊരു സാധനം കിട്ടി, നമുക്ക് ഭയങ്കര സന്തോഷമായി. ആ സന്തോഷത്തിൽ നമ്മൾ ചാടി. ന്യൂ ആയിട്ട് നമുക്കൊരു സാധനം കിട്ടി, അതായത് പുതിയൊരു സാധനം കിട്ടിയെന്ന് ഓർക്കുക. ന്യൂട്രോൺ ന്യൂ ആയിട്ട് നമുക്കൊരു സാധനം കിട്ടി, അത് കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ ഭയങ്കര സന്തോഷിച്ച് ചാടി എന്ന് ഓർക്കുക. അപ്പോൾ ജെയിംസ് ചാഡ്വിക്. അങ്ങനെ കിട്ടിയല്ലോ. ഇനി പിന്നെ ചോദിച്ചിട്ടുള്ളത് ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരാണ് ചോദിച്ചത്? റൂദർഫോർഡ് ആണ് ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക കണ്ടുപിടിച്ചത്. പിന്നെ ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത് ഇത്രയും മാത്രമേ ഇതിനകത്ത് ചോദിച്ചു കണ്ടിട്ടുള്ളൂ, വേറെ ഒന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ജെ തോംസൺ ആണ് ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ആറ്റം ജോൺ ഡാൾട്ടൺ, ഇലക്ട്രോൺ ജെ തോംസൺ. ഇലക്ട്രോൺ എന്താണ്? തോമസൺ ചേട്ടൻ ഇലക്ട്രിക് ഷോപ്പ് ഉണ്ടായിരുന്നു. പ്രോട്ടോൺ ന്യൂക്ലിയസ് എന്തായിരുന്നു? ന്യൂക്ലിയസ് പ്രോട്ടോൺ പൊട്ടിപ്പോയി. അപ്പോൾ അത് ശരിയാക്കണമെങ്കിൽ ഏണി വെച്ച് കയറി. അതായത് നമുക്ക് ന്യൂ ആയിട്ടൊരു സംഭവം കിട്ടി. അപ്പോൾ ആ ന്യൂ ആയിട്ട് കിട്ടിയ സാധനം നമുക്ക് ഭയങ്കര സന്തോഷമായതുകൊണ്ട് നമ്മൾ അത് കിട്ടിയപ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷിച്ച് തുള്ളിച്ചാടി. ജെയിംസ് ചാഡ്വിക്. അങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങൾ ഓർത്തിരിക്കുക. അതല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് മനസ്സിൽ വേറെ എന്തെങ്കിലും കോഡുകൾ തോന്നുന്നുണ്ടെങ്കിൽ ആ കോഡുകളും നിങ്ങൾക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കോഡ് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും എളുപ്പം. കാരണം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കോഡ് നമ്മൾ ഒരിക്കലും മറന്നുപോയില്ല. പക്ഷേ മറ്റൊരാൾക്കുടെ കോഡ് നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ഈ കോഡ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടില്ല എങ്കിൽ ഇത് ഓർത്തിരിക്കാവുന്നതാണ് കേട്ടോ. അതല്ല കോഡ് വെച്ച് പഠിക്കേണ്ട ആവശ്യമില്ല, എനിക്കിത് മനപ്പാഠം പഠിച്ചു വയ്ക്കാവുന്ന കാര്യമുള്ളൂ, മനസ്സിലാക്കി പഠിച്ചു വയ്ക്കാവുന്ന കാര്യമുള്ളൂ എങ്കിൽ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും പഠിക്കാം. ഇനി ആവർത്തന പട്ടികയിലെ സമാന്തരമായിട്ടുള്ള കോളങ്ങൾ, ആവർത്തന പട്ടികയിലെ സമാന്തരമായിട്ടുള്ള കോളങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ
പിരീഡുകൾ എന്ന് വിളിക്കുന്നത്. ആവർത്തന പട്ടികയിലെ കുത്തനെയുള്ള കോളങ്ങൾ ഗ്രൂപ്പുകൾ. അപ്പോൾ സമാന്തരമായിട്ടുള്ള കോളങ്ങളാണ് ഏത്? പീരിയഡുകൾ. കുത്തനെയുള്ള കോളങ്ങൾ എന്ന് വിളിക്കുന്നു ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നു. ആവർത്തന പട്ടികയിലെ ആകെ പീരീഡുകളുടെ എണ്ണം എത്രയാണ്? 7ആണ്. ആവർത്തന പട്ടികയിലെ ആകെ പീരീഡുകൾ എത്രയാണ്? 7 പീരീഡുകളാണ് ആകെ ഉള്ളത്. ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകൾ എത്രയാണ്? 18 എണ്ണമാണ് ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകൾ. ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ആകെ മൂലകങ്ങളുടെ എണ്ണം 118 ആണ് കേട്ടോ. ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ആകെ മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? 118. ഇനി സ്വാഭാവിക മൂലകങ്ങൾ. സ്വാഭാവിക മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? 92 സ്വാഭാവിക മൂലകങ്ങളാണുള്ളത്. 92ാമത്തെ മൂലകം ഏതാണ്? യുറേനിയമാണ്. 92 മൂലകങ്ങളാണ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളത് സ്വാഭാവിക മൂലകങ്ങളുള്ളത്. അതിൽ 92ാമത്തെ മൂലകം യുറേനിയമാണ്. ഇനി ആറ്റോമിക നമ്പർ 92 മുകളിൽ വരുന്നതും കൃത്രിമമായി നിർമ്മിച്ചതുമായ മൂലകങ്ങളാണ് സിന്തറ്റിക് മൂലകങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്? ആറ്റോമിക നമ്പർ 92 മുകളിൽ വരുന്നതും, അപ്പോൾ സ്വാഭാവിക മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ 92 ഉള്ളൂ. ഇതുവരെ കണ്ടുപിടിച്ച് 118 ആണ്. അപ്പോൾ 92 എന്താണ്? സ്വാഭാവിക മൂലകങ്ങളാണ്. അപ്പോൾ 93 മുതലുള്ളത് എന്താണ്? അതൊക്കെ എന്താണ്? കൃത്രിമ മൂലകങ്ങളാണ്. അപ്പോൾ 92 മുകളിൽ വരുന്നതും കൃത്രിമമായിട്ട് നിർമ്മിച്ചിട്ടുള്ള മൂലകങ്ങളാണ് ഏത്? സിന്തറ്റിക് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. യുറേനിയത്തിന് ശേഷം വരുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? ട്രാൻസ് യുറാനിക് മൂലകങ്ങളാണ് യുറേനിയത്തിന് ശേഷം വരുന്ന മൂലകങ്ങൾ. ഇനി ഫോട്ടോകോപ്പി യന്ത്രത്തിൽ ഉപയോഗിക്കുന്ന മൂലകങ്ങളൊക്കെ ഇതൊക്കെയാണ്. സെലീനിയമാണ് ഫോട്ടോകോപ്പി യന്ത്രത്തിൽ ഉപയോഗിക്കുന്ന മൂലകം. ഏതാണ്? സെലീനിയമാണ് ഫോട്ടോകോപ്പി യന്ത്രത്തിൽ ഉപയോഗിക്കുന്ന മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഗ്രീക്ക് പുരാണങ്ങളിൽ നിന്നും പേര് ലഭിച്ച മൂലകങ്ങളാണ് ഏത്? ടൈറ്റാനിയം, പ്രോംത്തിയം. അപ്പോൾ ടൈറ്റാനിയം, പ്രോംത്തിയമാണ് ഗ്രീക്ക് പുരാണങ്ങളിൽ നിന്ന് പേര് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആവർത്തന പട്ടികയിൽ സമാന്തരമായിട്ടുള്ള കോളങ്ങൾ എത്രയാണ്? നമ്മൾ പറഞ്ഞേ ഏതാണ്? കോളങ്ങളാണ് പീരിയഡുകൾ എന്ന് പറയുന്നത്. എത്ര എണ്ണം ഉണ്ടത്? 7 എണ്ണം ഉണ്ട്. ആവർത്തന പട്ടികയിൽ കുത്തനെയുള്ള ഇവയാണ് ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നത്. അത് 18 എണ്ണം ഉണ്ട്. ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടുള്ള മൂലകങ്ങൾ 118 ആണ്. 92 എണ്ണം സ്വാഭാവിക മൂലകങ്ങളാണ്. 92 മുകളിൽ വരുന്നതാണ് ഏത്? സിന്തറ്റിക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഗ്രൂപ്പുകളും അതിൻ്റെ കുടുംബങ്ങളുമാണ് കേട്ടോ. അപ്പോൾ ഒന്നാം ഗ്രൂപ്പാണ് ഏത്? ആൽക്കലി ലോഹങ്ങൾ. ഒന്നാം ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങൾ. രണ്ടാം ഗ്രൂപ്പ് ആൽക്കലി എർത്ത് ലോഹങ്ങൾ. 13ാം ഗ്രൂപ്പ് ബോറോൺ കുടുംബം. 14ാം ഗ്രൂപ്പ് കാർബൺ കുടുംബം. 15ാം ഗ്രൂപ്പ് നൈട്രജൻ കുടുംബം. 16ാം ഗ്രൂപ്പ് ഓക്സിജൻ കുടുംബം. 17ാം ഗ്രൂപ്പ് ഹാലജനുകൾ. 18ാമത് അലസ്തവാതകങ്ങൾ. ഇത്രയാണ് വരുന്നത്. ഇതിനകത്ത് പ്രീവിയസ് ഇയർ പലതവണ ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ്. 13ാം ഗ്രൂപ്പ് മൂലകം താഴെ പറയുന്നവയിൽ ഏതാണെന്ന്? കാർബൺ കുടുംബം, നൈട്രജൻ കുടുംബം, ഓക്സിജൻ കുടുംബം എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ ഗ്രൂപ്പ് മൂലകങ്ങളും ഏത് കുടുംബത്തിൽ പെടുന്നു എന്നറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആൽക്കലി ലോഹങ്ങളിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ബേറിയം തരും. അപ്പോൾ ഏതാണ്? ബേറിയമാണ് പെടാത്തത്. അപ്പോൾ ഇതിനകത്ത് മൂലകങ്ങൾ ഏതൊക്കെയാണ് ഓരോ ഗ്രൂപ്പിൽ പെടുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഇത് പഠിച്ചിട്ടില്ല, അതായത് നിങ്ങൾ ഇത് അറിയാവുന്നവരാണെങ്കിൽ നല്ല കാര്യമായിരിക്കും. അതെല്ലാം അറിയാൻ പാടില്ല. ഏതൊക്കെ ഗ്രൂപ്പിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നൊക്കെ പഠിച്ചിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ മൂലകങ്ങൾ നിങ്ങൾ ഇനിയിപ്പോൾ പഠിക്കാൻ പോകുന്നത് അത്ര നല്ലതായിരിക്കില്ല. കാരണം ഇനി ഇത് അഥവാ ചോദിച്ചാൽ തന്നെ നിങ്ങൾ ഇത്രയും പേരുകൾ ഏതോ ഗ്രൂപ്പ്, കാർബൺ കുടുംബത്തിൽ കാർബൺ, സിലിക്കൺ, ജെർമനിയം, ടിന്ന്, ലെഡ് അങ്ങനെ പറഞ്ഞ് ഓർത്തിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് നന്നായി അറിയാവുന്നവർക്കാണെങ്കിൽ അതൊരു പ്രശ്നമേ അല്ല. അതല്ല ഇപ്പോൾ ആദ്യമായിട്ട് കാണുകയാണ് അരിവും മൂലം അറിയാവുന്നവർക്ക് ഇത് കാണാണ്ട് പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ എന്തുമാത്രം ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഒന്നാം ഗ്രൂപ്പിലാണ് ആൽക്കലി ലോഹങ്ങൾ വരുന്നത് എന്നറിയാം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം, ഹൈഡ്രജൻ ഇവയൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അതായത് ആൽക്കലി ലോഹങ്ങൾ വരുന്നത്. പക്ഷേ അത് ഇനിയിപ്പോൾ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യമായി കാണുന്നവർ ഇനി ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതല്ല എനിക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ എങ്ങനെയും ഓർത്തിരിക്കുന്നുള്ളവർ ഇപ്പോഴുള്ള മൂലകങ്ങൾ വായിച്ച് പഠിച്ചിട്ട് തന്നെ പോകുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇനി നമുക്ക് ഓർത്തിരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടും പരിമിതമായ സമയത്ത് നിന്ന് പഠിക്കുന്നത് കൊണ്ടും അപ്പോൾ ഞാൻ മൂലകങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മറ്റേ ഗ്രൂപ്പും കുടുംബവും എങ്ങനെ ഓർത്തിരിക്കാമെന്നൊരു കോഡ് പറഞ്ഞുതരാം. ഒരു സ്റ്റോറിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ ആ സ്റ്റോറി നിങ്ങളൊന്ന് കേട്ടിരിക്കാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നാം ഗ്രൂപ്പ്, രണ്ടാം ഗ്രൂപ്പ്, പിന്നെ വരുന്നത് എന്താണ്? മൂന്നാം ഗ്രൂപ്പാണല്ലോ. അല്ല, പിന്നെ വരുന്നതാണ് 13, 14, 15, 16, 17, 18. അപ്പോൾ 1, 2 പിന്നെ എന്തിലേക്ക് വരുന്നു? 13ലേക്കാണ് വരുന്നത്. അതൊന്ന് ഓർത്തിരിക്കണം മനസ്സിൽ കേട്ടോ. ഇനി ഈ സ്റ്റോറി ഇതാണ്. തുണി അലക്കാൻ പോവുകയാണ്. തുണി അലക്കാൻ ആൽക്കലി ലോഹങ്ങൾ കിട്ടിയോ? ഒന്നാമത്തെ കാര്യം ഇതാണ്. ഭാര്യ തുണി അലക്കാൻ പോകുന്നു. അപ്പോൾ അലക്കാൻ ഏതാണ്? ആൽക്കലി ലോഹങ്ങൾ. അപ്പോൾ അലക്കാൻ ആൽക്കലി ലോഹങ്ങൾ. ഇനി ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എങ്ങനെ ഓർത്തിരിക്കാം? ഭാര്യ ഒരു ബക്കറ്റ് എടുത്ത് അതിനകത്ത് വെള്ളം ഒഴിച്ച് സോപ്പ് പൊടി ഇട്ടിട്ട് തുണി മുക്കി വയ്ക്കുകയാണ്. ഇത് മുക്കി വയ്ക്കുന്നത്
ഒരു പോസ്റ്റിൻ്റെ ചോട്ടിലാണ്. എവിടെയാണ്? ഒരു പോസ്റ്റ്, നമ്മുടെ വീട്ടിലൊക്കെ പോസ്റ്റ് കാണൂലേ, ആ പോസ്റ്റിൽ നിന്ന് ഇങ്ങനെ ഒരു കമ്പി ലൈൻ പോകുന്നുണ്ടായിരിക്കും ഭൂമിയിലേക്ക് എർത്ത് കൊടുക്കാനായിട്ട്. ഒരു ലൈൻ ഇങ്ങനെ ഭൂമിയിലേക്ക് പോകുന്നേക്കണം നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ ചോട്ടിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സോപ്പ് പൊടി ബക്കറ്റിൽ മുക്കി വയ്ക്കുന്നത് എന്ന് ഓർക്കുക. അങ്ങനെ മുക്കി വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഹസ്ബൻഡ് അടുത്തേക്ക് കൊണ്ട് പറഞ്ഞു, അതെ എടി ആകെ ബോറടിച്ചിട്ട് വയ്യാന്ന് പറഞ്ഞു. എന്തെന്ന് പറഞ്ഞു? ആകെ ബോറടിച്ചിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ഓർക്കണം, 1, 2 പറഞ്ഞു. ഇനി മൂന്നാമതാണോ വരുന്നതല്ല, 13ാമതാണ് വരുന്നത്. ആകെ ബോറടിച്ചിട്ട് വയ്യാന്ന് ഹസ്ബൻഡ് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ബോറടിക്കുവാണെങ്കിൽ പോയി കാറ് കഴുകുക എന്ന് പറഞ്ഞു. ബോറടിക്കുവാണെങ്കിൽ എന്ത് കഴുകുക? കാറ് കഴുകുക. അപ്പോൾ കാർബൺ കുടുംബം. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, ഇപ്പോൾ കാറ് കഴുകിയിട്ട് ഇപ്പോൾ എന്നെ കാണിക്കാനാന്നേ, വെറുതെ കാറ് കഴുകണോ എന്ന് ചോദിക്കും. അപ്പോൾ വൈഫ് പറയുന്നു, നമുക്ക് നൈറ്റൊരു ട്രിപ്പ് പോവാം. എന്ത് പോവാം? ഒരു ട്രിപ്പ് പോകാം. അപ്പോൾ എന്താണ്? 15ാമത്തെ ഗ്രൂപ്പ്. അപ്പോൾ ഹസ്ബൻഡ് നൈറ്റൊക്കെ ഇപ്പോൾ എന്തിനും ട്രിപ്പ് പോകണേ? അപ്പോൾ വൈഫ് പറയും, നൈറ്റ് പുറത്ത് പോകണമെങ്കിൽ കുറച്ച് ഓക്സിജൻ ശ്വസിക്കാമല്ലോ, നല്ല ശുദ്ധവായു ശ്വസിക്കാം. അപ്പോൾ ഓക്സിജൻ. അപ്പോൾ ഹസ്ബൻഡ് പറയും, എന്നാൽ പിന്നെ പോയേക്കാം. അപ്പോൾ ട്രിപ്പ് പ്ലാൻ ചെയ്തേ. അപ്പോൾ ഈ വൈഫ് എന്ത് ചെയ്തു? അകത്തിരിക്കുന്ന അമ്മയോട് വിളിച്ച് ചോദിക്കുന്നു. അതായത് ഹാളിലാണ് അമ്മ ഇരിക്കുകയെന്ന് വെച്ചാൽ, ഹാളിലിരിക്കുന്ന അമ്മയോട് ചോദിച്ചു, അമ്മ ഞങ്ങൾ വൈകുന്നേരം രാത്രി ട്രിപ്പ് പോകുന്നുണ്ട്, അമ്മ വരുന്നുണ്ടോ എന്ന് വൈഫ് അവിടെ നിന്ന് അമ്മയോട് വിളിച്ച് ചോദിക്കുന്നു. അമ്മ എവിടെ ഇരിക്കുന്നത്? ഹാളിൽ. അപ്പോൾ ഹാലജൻ കുടുംബം. അപ്പോൾ ഹാളിലിരിക്കുന്ന അമ്മയോട് വിളിച്ച് ചോദിക്കുന്നു. അപ്പോൾ അമ്മ പറയുന്നത്, അമ്മയ്ക്ക് എവിടെ വിളിച്ചാലും മടിയാണ് വരാൻ. അപ്പോൾ അമ്മ അലസമായിട്ട് പറയുന്നു, ഞാൻ വന്നില്ല, പിള്ളേരെ നിങ്ങൾ പൊക്കോ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ്? അലസവാതകങ്ങൾ. അപ്പോൾ എല്ലാ കുടുംബം കിട്ടിയല്ലോ. ഫസ്റ്റ് സ്റ്റോറി എന്താണ്? ആ സ്റ്റോറി നിങ്ങൾ മനസ്സിലാലോചിച്ചേ. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മ, ഒരു ഭാര്യ, ആരെങ്കിലും നിങ്ങൾ ആലോചിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മേനെ തന്നെ നിങ്ങൾ ആലോചിച്ചോ. നിങ്ങളുടെ അമ്മ തന്നെ ആലോചിക്കാം നമുക്ക്. അപ്പോൾ അതിന് പെട്ടെന്ന് കണക്ട് ചെയ്ത് കിട്ടും. അപ്പോൾ നിങ്ങളുടെ അമ്മ എന്ത് ചെയ്യുന്നു? തുണി അലക്കാനായിട്ട് ബക്കറ്റിൽ സോപ്പും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് എവിടെ വന്നു? ആൽക്കലി എർത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, പോസ്റ്റിൽ നിന്ന് ഒരു എർത്ത് പോകുന്നുണ്ടല്ലോ താഴത്തേക്ക്. അത് എർത്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? അപ്പോൾ അവിടെ പോയി തുണി കഴുകാനായിട്ട് സോപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അച്ഛൻ വന്നിട്ട് പറയുന്നു, ആകെ ബോറടിച്ചിട്ട് പാടില്ലോടി എന്ന് പറയുന്നു. അപ്പോൾ അമ്മ പറയുന്നു, നിങ്ങൾക്ക് ബോറടിക്കാൻ നിങ്ങൾ പോയാൽ കാറ് കഴുകിയിടുന്നേ എന്ന് പറയുന്നു. അപ്പോൾ കാറ് ഇപ്പം എന്തിനു കഴുകുന്നതെന്ന് ചോദിക്കുന്നു. കാറ് ഇപ്പം എന്തിനു കഴുകണേ? നമുക്ക് വൈകുന്നേരം ഒരു ട്രിപ്പ് പോവാം, നൈറ്റ് ഒരു ട്രിപ്പ് പോവാം. നൈറ്റ് ഇപ്പം എന്തിനാ ഇപ്പം ട്രിപ്പ് പോകണേ? അപ്പോൾ അമ്മ പറയുന്നത് എന്താണ്? കുറച്ച് ഓക്സിജൻ ശ്വസിക്കാനായിട്ട് പോകാം. അപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നു? വല്യമ്മോട് വിളിച്ചു ചോദിക്കുന്നു, അതെ അമ്മ ഞങ്ങൾ വൈകുന്നേരം ട്രിപ്പ് കൊണ്ട് അമ്മ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഹാളിലിരിക്കുന്ന വല്യമ്മ എന്ത് പറയുന്നു? ഞാനങ്ങ് വന്നില്ല, നിങ്ങൾ പോയിട്ട് പോവാ, പിള്ളേർ എന്നെക്കൊണ്ടും വയ്യ. അപ്പോൾ അമ്മയ്ക്ക് അലസതയാണ്, അതുകൊണ്ടാണ് അമ്മ വരാത്തത്. അപ്പോൾ എല്ലാം കണക്റ്റ് ആയല്ലോ. അപ്പോൾ 1, 2, 13 മുതൽ 18 വരെ ഓർത്തിരിക്കണം. അപ്പോൾ ആൽക്കലി ലോഹങ്ങൾ, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, ബോറോൺ കുടുംബം ബോറടിക്കുന്നു, കാറ് കഴുകാൻ പറയുന്നു, കാർബൺ കുടുംബം കാറ് കഴുകിയിട്ട് എന്തിനാണ്? നൈറ്റ് ട്രിപ്പ് പോകാൻ. നൈട്രജൻ കുടുംബം എന്തിന് നൈറ്റ് ട്രിപ്പ് പോകുന്നു? നല്ല ഓക്സിജൻ ശ്വസിക്കാനാണ് നൈറ്റ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ അമ്മേനെ വിളിക്കുന്നു, ഹാളിലിരിക്കുന്ന അമ്മേനെ വിളിക്കുന്നു, ഹാലജനുകൾ. അപ്പോൾ അമ്മ വരുന്നില്ല, നിങ്ങൾ പൊക്കോ, അമ്മയ്ക്ക് അലസതയാണ്, അമ്മ അത് വരുന്നില്ല. അപ്പോൾ അലസവാതകങ്ങൾ എല്ലാം കിട്ടിയല്ലോ. 1, 2, 13, 14, 15, 16, 17, 18. ഈ കോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മൂലകങ്ങൾ പറ്റുവാണെങ്കിൽ പഠിച്ചു വെക്കണം. അതല്ല ഇത്രയും വലിയ മൂലകങ്ങൾ ഏതിൻ്റെ കൂടെ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളതങ്ങ് സ്കിപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും ഉത്തമം. ഇനി പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകളെ സംബന്ധിക്കുന്ന ഏതാനും പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. അവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം? 1. പീരിയോഡിക് ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു. പീരിയോഡിൽ നിന്ന് ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയസ് ചാർജ് കൂടുന്നു. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജ്ജം കുറയുന്നു. അപ്പോൾ എല്ലാ പ്രസ്താവനയും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ആണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. എന്താണ് ഒന്നാമത്തെ പ്രസ്താവന? പീരിയോഡിക് ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു. രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? പീരിയഡിൽ നിന്ന് ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജ്ജം കുറയുന്നു. അപ്പോൾ 4 പ്രസ്താവനയും എന്ത് തന്നെയാണ്? 3 പ്രസ്താവനയും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. ഇനി മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണ്? ഓക്സിജനാണ് മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം എന്ന് പറയുന്നത്. മനുഷ്യരുടെയും മൃഗങ്ങളുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹം ഏതാണ്? അത് കാൽസ്യമാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജനാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ മൂലകം ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജനാണ്. ഇലക്ട്രോപോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിര മൂലകം ഏതാണ്? ഫ്രാൻസിയമാണ്. ഇലക്ട്രോപോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ സ്ഥിര മൂലകം ഏതാണ്? സീസിയമാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിനാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ മൂലകം ഫ്രാൻസിയവും സീസിയവുമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ്? ലിഥിയമാണ്. റേഡിയോ ആക്റ്റീവ് വാതക മൂലകം റഡോൺ ആണ്.
ഏറ്റവും സ്ഥിരത കൂടിയ മൂലകം ലെഡാണ്. ഏറ്റവും ക്രിയാശീലം കൂടിയ മൂലകം ഫ്ലൂറിനാണ്. അപ്പോൾ മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ഓക്സിജൻ. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹം കാൽസ്യം. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? അത് ഓക്സിജനാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിര മൂലകം ഫ്രാൻസിയം. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിര മൂലകം സീസിയം. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിൻ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ മൂലകം ഫ്രാൻസിയം സീസിയം. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിഥിയമാണ്. റേഡിയോ ആക്റ്റീവ് വാതകം കൂടുതലുള്ള മൂലകം ഏതാണ്? റഡോൺ ആണ്. ഏറ്റവും സ്ഥിരത കൂടിയ മൂലകം ലെഡ്. ഏറ്റവും ക്രിയാശീലം കൂടിയ മൂലകം ഏതാണ്? ഫ്ലൂറിനാണ്. ഇനി മിശ്രിതങ്ങളാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതും പ്രീവിയസ് ഇയർ പലതവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്നാലും ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഞാൻ പ്രത്യേകം എടുത്തു പറയാം. അത് മാത്രം എന്തായാലും പഠിച്ചിട്ട് പോവുക. ബാക്കി പഠിക്കാൻ പറ്റുന്നവർ മാക്സിമം ശ്രമിക്കുക. ഇനി സോഡ മെഡാണ്. സോഡിയം പ്ലസ് അമോണിയ. ശീതമിശ്രിതം സോഡിയം ക്ലോറൈഡ് പ്ലസ് ഐസാണ്. അപ്പോൾ എല്ലാം പറയുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ചോദിച്ചത് മാത്രം പറയാം കേട്ടോ. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത് ഈ കോൾ ഗ്യാസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്, പ്രൊഡ്യൂസർ ഗ്യാസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്, LPG ചോദിച്ചു കണ്ടിട്ടുണ്ട്, പ്രകൃതിവാതകം ചോദിച്ചു കണ്ടിട്ടുണ്ട്, നൈട്രിക് മിശ്രിതവും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം എന്തായാലും നോക്കിയിട്ട് പോവുക കേട്ടോ. പ്രൊഡ്യൂസർ ഗ്യാസ് എന്തൊക്കെയാണ്? കാർബൺ മോണോക്സൈഡ് പ്ലസ് നൈട്രജൻ. കോൾ ഗ്യാസ് കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ പ്ലസ് മീഥേൻ. അതുപോലെ തന്നെ LPG ബ്യൂട്ടൈൻ പ്ലസ് പ്രൊപ്പൈൻ. LPG എപ്പോഴും തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ പ്രകൃതിവാതകം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പ്രകൃതിവാതകം മീഥേൻ പ്ലസ് ഈഥേൻ പ്ലസ് പ്രൊപ്പൈൻ പ്ലസ് ബ്യൂട്ടൈൻ. നൈട്രിക് മിശ്രിതം സൾഫ്യൂരിക് ആസിഡ് പ്ലസ് നൈട്രിക് ആസിഡ്. അപ്പോൾ ഇത്രയുമാണ് അത് വരുന്നത്. അപ്പോൾ ഒന്നോടെയും പറയുന്നത് പ്രൊഡ്യൂസർ ഗ്യാസ് എന്താണ്? കാർബൺ മോണോക്സൈഡ് പ്ലസ് നൈട്രജൻ. കോൾ ഗ്യാസ് കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ പ്ലസ് മീഥേൻ. അതുപോലെ തന്നെ LPG ബ്യൂട്ടൈൻ പ്ലസ് പ്രൊപ്പൈൻ. പ്രകൃതിവാതകം മീഥേൻ പ്ലസ് ഈഥേൻ പ്ലസ് പ്രൊപ്പൈൻ പ്ലസ് ബ്യൂട്ടൈൻ. നൈട്രിക് മിശ്രിതം ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് പ്ലസ് നൈട്രിക് ആസിഡ്. അപ്പോൾ മറ്റേതൊക്കെ ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക. അതല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്രമേ നിങ്ങൾ നോക്കുന്നുള്ളൂ എങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 5 എണ്ണം എന്തായാലും നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഇനി യഥാർത്ഥ ലായനിയിൽ നിന്ന് എന്താണെന്ന് നോക്കാം. യഥാർത്ഥ ലായനി, കൊളോയിഡൽ സസ്പെൻഷൻ എന്നിവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? കണികളുടെ വലിപ്പമാണ്. അപ്പോൾ ലായനി നമുക്ക് 3 കാറ്റഗറിയിൽ നമുക്ക് തരംതിരിക്കാം. ഒന്ന് യഥാർത്ഥ ലായനിയുണ്ട്, ഒന്ന് കൊളോയിഡ് ഉണ്ട്, അതുപോലെ സസ്പെൻഷനുണ്ട്. അപ്പോൾ യഥാർത്ഥ ലായനി, കൊളോയിഡ് ലായനി ആയാലും സസ്പെൻഷൻ ആയാലും ഇതിൻ്റെയൊക്കെ വ്യത്യാസം എന്താണ്? പ്രധാനമായിട്ടും കണികകളുടെ വ്യത്യാസമാണ്. അതിസൂക്ഷ്മമായ ലീന കണികൾ ചേർന്ന മിശ്രിതമാണ് ഏത്? യഥാർത്ഥ ലായനി എന്ന് പറയുന്നത്. എന്താണ്? അതിസൂക്ഷ്മമായിട്ടുള്ള ലീന കണികൾ ചേർന്ന്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങളൊരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു. ആ വെള്ളത്തിൽ പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ്? ആ പഞ്ചസാര നമ്മൾ ആ ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്തു. പക്ഷേ ആ വെള്ളത്തിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പഞ്ചസാരയുടെ നന്നായി മിക്സ് ചെയ്തെങ്കിലുള്ള കേട്ടോ. അല്ലെങ്കിൽ പഞ്ചസാര ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് കലക്കി കഴിഞ്ഞാൽ പഞ്ചസാര കാണാനൊക്കെ പറ്റും. അതല്ല, നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പഞ്ചസാരയോ വെള്ളമോ വേർതിരിച്ച് എവിടെയെങ്കിലും കണിക വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചുമ്പ് സാധാരണ ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടറായിട്ട് മാത്രമേ അത് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ യഥാർത്ഥ ലായനിക്ക് ഉദാഹരണം നമുക്ക് എന്ത് പറയാം? പഞ്ചസാര ലായനി, ഉപ്പ് ലായനി, നേർപ്പിച്ച ആസിഡൊക്കെ എന്താണ്? ഈ ഒരു യഥാർത്ഥ ലായനിക്ക് ഉദാഹരണമാണ്. അവിടെ എങ്ങനെയാണ്? അതിസൂക്ഷ്മമായിട്ടുള്ള ലീന കണികൾ ചേർന്ന മിശ്രിതം. ആ പഞ്ചസാര നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു. അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങളത് എന്നോടൊപ്പം സങ്കല്പിച്ചേ. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നു, നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുന്നു. അത് ലീനം എന്ന് പറഞ്ഞ് എന്താണ്? ആ പഞ്ചസാരയാണ് ആ ലീനം എന്ന് പറയുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് എവിടെയാണ് ഈ പഞ്ചസാര നമ്മൾ എത്ര സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താണ്? ആ പഞ്ചസാര നല്ല രീതിയിൽ ആ ജലത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. യഥാർത്ഥ ലായനിയുടെ ലീന കണികളുടെ വലിപ്പം വളരെ കുറവായതിനാൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. അപ്പോൾ അതിനകത്ത് നമുക്ക് ആ പഞ്ചസാര ലായനി അല്ലെങ്കിൽ ഉപ്പ് ലായനി എവിടെയാണോ ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല, കാണാൻ സാധിക്കില്ല. യഥാർത്ഥ ലായനി പ്രകാശബാധ കാണാനും കഴിയില്ല. അപ്പോൾ യഥാർത്ഥ ലായനിയിലൂടെ നമുക്ക് എന്ത് കാണാനും സാധിക്കില്ല? അതിലൂടെ ഒരു പ്രകാശബാധ കാണാനും കഴിയില്ല. ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികളെ അരിച്ചു മാറ്റാൻ കഴിയില്ല, കണികൾ അടിയില്ല. അതുപോലെ നമ്മൾ പഞ്ചസാര കലക്കി വെച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? കുറേ നേരം കഴിയുമ്പോൾ ഇത് അടിയും. ഈ പഞ്ചസാര താഴെ അടിയെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര മണിക്കൂർ വേണമെങ്കിലും പഞ്ചസാര വെള്ളം ഇങ്ങനെ മാറ്റി വെച്ചാർന്നിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചസാര താഴെ ഒന്ന് അടിയോ? ഇല്ല. കാരണം എന്താണ്? ആ ജലത്തിൽ മൊത്തമായിട്ട് അങ്ങ് ലയിച്ചു ചേർന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും പേപ്പറോ എന്തെങ്കിലും സാധനം അരിപ്പിയോ വെച്ച് ഈ ലയിച്ചു ചേർന്ന പഞ്ചസാര നമുക്ക് അരിച്ചു മാറ്റാനായിട്ട് സാധിക്കുമോ? ഇല്ല. കാരണം എന്താണ്? മൊത്തമായിട്ട് ഈ ഒരു യഥാർത്ഥ ലായനിയിൽ ആ ലീനം മൊത്തമായിട്ട് എന്ത് ചെയ്തു? അലിഞ്ഞ് ചേർന്നേക്കാണ്.
ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇനി യഥാർത്ഥ ലായനിയുടെ കണികളുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ 1 nm താഴെയായിരിക്കും. 1 nm താഴെയായിരിക്കും. അപ്പോൾ യഥാർത്ഥ ലായനി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇനി അടുത്താണ് കൊളോയിഡുകൾ എന്ന് വിളിക്കുന്നത്. കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രവ്യത്തിൻ്റെ 2 ഫേസുകളുടെ മിശ്രമാണ് കൊളോയിഡ്. അപ്പോൾ കൊളോയിഡ് കലിപ്പം എന്ന് പറഞ്ഞാൽ 1 mm to 1000 nm ആയിരിക്കും കേട്ടോ. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ മഷി, പാല്, മൂടൽ മഞ്ഞ്, പുക, നേർത്ത കഞ്ഞിവെള്ളം എന്നൊക്കെ പറയുന്ന എന്താണ്? അതൊക്കെ ഈ ഒരു കൊളോയിഡിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് യഥാർത്ഥ ലായനി ഒരു പ്രകാശത്തെ ടോർച്ച് നമ്മൾ അടിച്ച് നോക്കുമ്പോൾ പഞ്ചസാര കലക്കിയ വെള്ളം ഉപ്പുവെള്ളം ആണെങ്കിൽ നമുക്ക് എന്താണ്? അതിൻ്റെ ഒരു പ്രകാശബാധ ദൃശ്യമാകില്ല. പക്ഷേ കൊളോയിഡിൽ എങ്ങനെയാണ്? യഥാർത്ഥ ലായനിയെ അപേക്ഷിച്ച് കൊളോയിഡിൽ പിന്നെയും പ്രകാശബാധ ദൃശ്യമാകുന്നു. അത് സസ്പെൻഷനിൽ എങ്ങനെയാണ്? നല്ല രീതിയിൽ പ്രകാശബാധ ദൃശ്യമാകാനായിട്ട് സാധിക്കും. ഇനി കൊളോയിഡുകൾ എന്ന് പറഞ്ഞാൽ ഭിന്നകാത്മക മിശ്രിതങ്ങളാണ്. കൊളോയിഡുകൾ ലീന കണികളുടെ വലിപ്പം യഥാർത്ഥ ലായനേക്കാൾ വലുതും സസ്പെൻഷനേക്കാൾ എങ്ങനെയായിരിക്കും? ചെറുതുമാണ്. അപ്പോൾ കൊളോയിഡ് ലീന ലായനിയുടെ വലിപ്പം യഥാർത്ഥ ലായനേക്കാൾ വലുതുമാണ്, സസ്പെൻഷനേക്കാൾ എപ്പോഴും ചെറുതുമാണ്. അതിനാൽ ഈ കണികൾ പ്രകാശത്തെ വിസ്തരിപ്പിക്കുകയും പ്രകാശപാത ദൃശ്യമാവുകയും ചെയ്യുന്നു. ഫിൽട്രേഷൻ വഴി വേർതിരിക്കാൻ കഴിയില്ല. യഥാർത്ഥ കണി നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയില്ല. യഥാർത്ഥ കണികളെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഇതിനെ നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കില്ല. ടിൻഡൽ പ്രഭാവം കാണിക്കുന്നു. കൃത്രിമ പാനീയങ്ങൾ കൊളോയിഡ് രൂപത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ കൃത്രിമ പാനീയങ്ങൾ കൊളോയിഡ് രൂപത്തിലായിരിക്കും കാണപ്പെടുന്നത്. അതുപോലത്തെ ഒരു ടിൻഡൽ പ്രഭാവം കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് നമുക്ക് ഫിൽട്രേഷൻ വഴി എന്താണ് വേർതിരിക്കാൻ, ഒരു എന്തെങ്കിലും പാലൊക്കെ വേർതിരിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേർതിരിക്കാനോ നമുക്ക് സാധിക്കുകയും ഇല്ല. ഇനി സസ്പെൻഷൻ എന്താണെന്ന് നോക്കാം. നഗ്ന നേത്രം കൊണ്ട് കാണാൻ കഴിയുന്നതും വലിപ്പമുള്ള ലീനകണികളാണ് സസ്പെൻഷൻ ലൈനിലുള്ളത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ചെളിവെള്ളം ചുണ്ണാമ്പോ കലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? നമുക്ക് ആ ഗ്ലാസ്സിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ട് എന്താണ്? ആ കണികൾ ഇങ്ങനെ നടക്കുന്നത് ആ ഒരു വെള്ളത്തിൽ ഇങ്ങനെ കാണാൻ കഴിയൂലേ? കാരണം നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ കഴിയും. ഗുരുത്വാകർഷണം മൂലം കുറേ നേരം നമ്മൾ ചെളിവെള്ളം കലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് പോകുമെങ്കിലും കുറേ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ചെളി മൊത്തം ഇങ്ങനെ അടിയിലേക്ക് ഊറാൻ തുടങ്ങും. അല്ലെങ്കിൽ ചുണ്ണാമ്പ് മൊത്തം ഇങ്ങനെ അടിയിൽ ഊറി വന്ന് ഇങ്ങനെ കിടക്കാൻ തുടങ്ങും. അപ്പം നമുക്ക് നഗ്ന നേത്രം കൊണ്ട് കാണാനും സാധിക്കും. ഗുരുത്വാകർഷണം മൂലം ഈ കണികകൾ അടിയിൽ വന്ന് അടിയുകയും ചെയ്യും. പക്ഷേ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കൊളോയിഡിലോ യഥാർത്ഥ ലായനിയിലോ നമുക്ക് ഇതിൻ്റെ ഗുരുത്വാകർഷണം മൂലം അടിയിലേക്ക് വരുന്നത് കാണാനും സാധിക്കില്ല. നഗ്ന നേത്രം കൊണ്ട് ഈ കുഞ്ഞു കണികൾ കാണാനൊന്നും നമുക്ക് സാധിക്കില്ല. ഇനി സസ്പെൻഷൻ കണികളുടെ വലിപ്പം എങ്ങനെയാണ്? 100 nm മുകളിലാണ്. അപ്പോൾ യഥാർത്ഥ ലായനി 1 nm ആയിരുന്നു. കൊളോയിഡിലാണെങ്കിൽ 1 nm to 1000 nm ആണ്. സമയം സസ്പെൻഷൻ ആണെങ്കിൽ എന്താണ്? 1000 nm മുകളിലായിരിക്കും. ഇനി എന്താണ്? നമുക്കൊരു ഫിൽറ്റർ പേപ്പറോ എന്തെങ്കിലും അരിപ്പയൊക്കെ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ സസ്പെൻഷൻ വരുന്ന ലായനി അരിച്ചു മാറ്റാനും സാധിക്കും. അപ്പോൾ നമ്മൾ ചെളിവെള്ളം കലക്കിയതാണെങ്കിൽ എന്താണ്? ഒരു അരിക്കുമ്പോൾ ചെളി അവിടെ അരിപ്പയിൽ വന്ന് അടിഞ്ഞു കൂടി കിടക്കും. അതുപോലെ തന്നെ ചുണ്ണാമ്പ് വെള്ളം നമ്മൾ അരിക്കുമ്പോഴും അതിന് ചുണ്ണാമ്പ് അരിപ്പയിൽ അല്ലെങ്കിൽ ഫിൽറ്റർ പേപ്പറിൽ വന്ന് അടിഞ്ഞു കൂടി കിടക്കുകയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി സ്റ്റെബിലൈസറുകൾ എന്താണെന്ന് നോക്കാം. കൊളോയിഡ് രൂപത്തിലുള്ള മിശ്രിതങ്ങളെ കണികൾ അടിയും തടയുന്ന ചേർക്കുന്നതാണ് സ്റ്റെബിലൈസറുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കൊളോയിഡ് രൂപത്തിലുള്ള മിശ്രിതങ്ങളിൽ കണികൾ അടിയുന്നതിന് തടയാനായിട്ട് ചേർക്കുന്നതാണ് സ്റ്റെബിലൈസറുകൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം പറയുവാണെങ്കിൽ വെജിറ്റബിൾ ഓയിൽ, സൂക്രോസ് ഓയിൽ, ഇവയൊക്കെ എന്താണ്? ഇത്തരത്തിലുള്ള സ്റ്റെബിലൈസറുകൾക്ക് ഉദാഹരണമാണ്. ഇനി ആസിഡുകളാണ് നോക്കാൻ പോകുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ പലതവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാമറ്റും നോക്കുന്നില്ല. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ചോദിച്ചു കണ്ടിട്ടുള്ള കുറച്ച് ആസിഡുകൾ മാത്രമാണ് നോക്കുന്നുള്ളൂ. ഒന്ന് പുളി മുന്തിരി ചോദിച്ചു കണ്ടിട്ടുണ്ട്, ആപ്പിൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ തേങ്ങ ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതുപോലെ അരി ചോദിച്ചു കണ്ടിട്ടുണ്ട്, സോഡാജലം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ പുളി എന്ന് പറഞ്ഞാൽ എന്താണ്? ടാർട്ടാറിക് ആസിഡാണ് പുളി വരുന്നത്. ആപ്പിൾ ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഈ ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? മാലിക് ആസിഡാണ് ആപ്പിളിൽ അടങ്ങിയിട്ടുള്ളത്. തേയിലയിലാണ് ടാനിക് ആസിഡാണ്. അരിയിലാണെങ്കിൽ എന്താണ്? ഫൈറ്റിക് ആസിഡാണ് അരിയിൽ. തേങ്ങയിലാണെങ്കിൽ കാപ്രിക് ആസിഡാണ്. ഇനി ഉറുമ്പ് കടിച്ചാൽ ഉണ്ടാകുന്ന ആസിഡ് ഏതാണ്? ഉറുമ്പ്, കടന്നൽ, തേനീച്ചയൊക്കെ കടിച്ചതിന് ഫോമിക് ആസിഡാണ് കേട്ടോ. ഫോമിക് ആസിഡാണ് ഉറുമ്പ്, കടന്നൽ, തേനീച്ചയിലൊക്കെ വരുന്നത് ഫോമിക് ആസിഡാണ്. ഇനി സോഡാജലത്തിലാണെങ്കിൽ കാർബോണിക് ആസിഡാണ്. പിന്നെ നാരങ്ങയിലും പാഷൻ ഫ്രൂട്ട് അതിനൊക്കെ സിട്രിക് ആസിഡാണ്. അപ്പോൾ ഇനി പുളിയുള്ള എല്ലാത്തിനും തന്നെ എന്ത് ആസിഡായിരിക്കും? സിട്രിക് ആസിഡായിരിക്കും ഉണ്ടാകുന്നത്. അത് വിനാഗിരി ചോദിച്ചു കണ്ടിട്ടുണ്ട്. വിനാഗിരി അസറ്റിക് ആസിഡാണ്. പിന്നെ ഇത്രയുമാണ് പ്രധാനമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ ഓർത്തിരിക്കുന്നത് പുളി ആണ്. പുളി മുന്തിരിയിലൊക്കെ അടങ്ങിയിട്ടുള്ളത് ടാർട്ടാറിക് ആസിഡാണ്. ആപ്പിളിൽ മാലിക് ആസിഡ്, തേയിലയിൽ ടാനിക് ആസിഡ്, തേങ്ങയിൽ കാപ്രിക് ആസിഡ്, അതുപോലെ അരിയിൽ ഫൈറ്റിക് ആസിഡ്, ഉറുമ്പ്, കടന്നൽ, തേനീച്ച ഫോമിക് ആസിഡാണ്. അതുപോലെ സോഡാജലം കാർബോണിക് ആസിഡ്, പിന്നെ നാരങ്ങ, ഓറഞ്ച്, പാഷൻ ഫ്രൂട്ട് സിട്രിക് ആസിഡ്. ഇത്രയുമാണ്. പിന്നെ വിനാഗിരി അസറ്റിക് ആസിഡ്. ഇത്രയുമാണ് പ്രീവിയസ് ഇയർ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് മാത്രം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അതല്ല മറ്റുള്ള എല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റ്
ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏതാണ്? ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹം എന്ന് പറഞ്ഞാൽ മെർക്കുറിയാണ്. ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹം മെർക്കുറിയാണ്. ഏറ്റവും ഉയർന്ന തിളനിലയുള്ള ലോഹം ഏതാണ്? റിനിയമാണ് ഏറ്റവും ഉയർന്ന തിളനിലയുള്ള ലോഹം. ഏറ്റവും താഴ്ന്ന തിളനിലയുള്ള ലോഹം ഏതാണ്? മെർക്കുറിയാണ്. ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ളത് മെർക്കുറിക്കാണ്. ഏറ്റവും താഴ്ന്ന തിളനിലയുള്ളതും മെർക്കുറിക്കാണ്. ഏറ്റവും ഉയർന്ന സാന്ദ്രതയുള്ളത് ഓസ്മിയോ ഇറിഡിയത്തിനുമാണ് ഏറ്റവും ഉയർന്ന സാന്ദ്രത ഉള്ളത്. ഏറ്റവും താഴ്ന്ന സാന്ദ്രതയുള്ളത് ലിഥിയമാണ്. ഏറ്റവും താഴ്ന്നത് ലിഥിയമാണ്. ഏറ്റവും ഉയർന്ന കാഠിന്യം ആർക്കാണ്? ക്രോമിയത്തിനാണ് ഏറ്റവും ഉയർന്ന കാഠിന്യമുള്ളത്. ഏറ്റവും താഴ്ന്ന കാഠിന്യമുള്ളത് സീസിയമാണ്. ഏറ്റവും താഴ്ന്ന കാഠിന്യം സീസിയമാണ്. ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കം മെർക്കുറി. ഏറ്റവും ഉയർന്ന തിളനില റിനിയം. ഏറ്റവും താഴ്ന്ന തിളനില മെർക്കുറി. ഏറ്റവും ഉയർന്ന സാന്ദ്രത ഓസ്മിയോ ഇറിഡിയോ. ഏറ്റവും താഴ്ന്ന സാന്ദ്രത ലിഥിയം. ഇനി ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? അലുമിനിയമാണ് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. ഭൂവൽക്കത്തിൽ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന ലോഹമാണ് ഏത്? അസിറ്റാറ്റിൻ. അസിറ്റാറ്റിനാണ് ഭൂമുഖത്തിൽ ഏറ്റവും അപൂർവമായിട്ട് കാണപ്പെടുന്നത്. മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച് തുടങ്ങിയ ലോഹം ഏതാണ്? ചെമ്പാണ്. ദ്രവിക്കലിനെ ഏറ്റവും നന്നായി പ്രതിരോധിക്കുന്ന ലോഹം ഇറീഡിയമാണ്. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു PSCയിൽ. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്ന ഏതാണ്? ഇറീഡിയമാണ് മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത്. ഏറ്റവും വിലയേറിയ ലോഹം ഏതാണ്? റോഡിയോ പ്ലാറ്റിനവുമാണ് ഏറ്റവും വിലയേറിയ ലോഹം. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം മെർക്കുറിയാണ്. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം ഏതാണ്? മെർക്കുറിയാണ്. ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏതാണ്? ബ്രോമിനാണ്. ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ബ്രോമിനാണ്. കൃത്യമായി നിർമ്മിക്കപ്പെട്ട ആദ്യ ലോഹം ടെക്നീഷ്യമാണ്. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യ ലോഹം എന്ന് പറയുന്നത്. പ്രതിപ്രവർത്തനം ഏറ്റവും കുറവുള്ള ലോഹം പ്ലാറ്റിനമാണ്. പ്രതിപ്രവർത്തനം ഏറ്റവും കുറവുള്ളത് എന്തിനാണ്? പ്ലാറ്റിനാണ്. അപ്പോൾ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ളത് അലുമിനിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്നത് അസ്റ്റാറ്റിൻ. മനുഷ്യരത്തിന് ആദ്യം ഉപയോഗിച്ചു തുടങ്ങിയത് ചെമ്പ്. ദ്രവിക്കലിനെ ഏറ്റവും നന്നായി പ്രതിരോധിക്കുന്നത് ഇറീഡിയം. മഴവിൽ ലോഹം ഇറീഡിയമാണ്. വിലയേറിയത് റോഡിയം പ്ലാറ്റിനം. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത് മെർക്കുറിയാണ്. ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ബ്രോമിനാണ്. കൃത്യമായി നിർമ്മിക്കപ്പെട്ട ആദ്യ ലോഹം ഇത് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട് ടെക്നീഷ്യമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കെമിസ്ട്രിയുടെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് LPSC സ്കൂൾ അസിസ്റ്റൻറ്റിന് വേണ്ടി നോക്കി പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.